Hi friends, welcome to Trick Teacher. നമ്മുടെ +1 അറബിക്കിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ കമൻറ്റ്സ് അത് വളരെ ആകർഷണീയമായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏവർക്കും പ്രയാസകരമല്ലാതെ തന്നെ അറബിക്ക് ഫുൾ മാർക്ക് നേടാൻ കഴിയും. ഒന്നും ചെയ്യണ്ട, നിങ്ങളുടെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക, നമ്മുടെ വീഡിയോസ് കാണുക, ക്ലാസ്സിൽ വെച്ചിട്ട് ടീച്ചേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് ചെയ്യുക. 100 ഔട്ട് ഓഫ് 100. നിങ്ങളുടെ ടോട്ടൽ മാർക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ എന്തായാലും അതിൽ 15% മുകളിൽ മാർക്ക് വരുന്നതല്ലേ അറബിക്ക്. എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ കാര്യമാക്കി എടുക്കാത്തത്? ഒന്നുമില്ല ഫ്രണ്ട്സ്, വളരെ നിഷ്പ്രയാസം നമുക്ക് നേടാൻ കഴിയുന്ന ഒരു വിഷയമാണ് അറബിക്കിലെ ഫുൾ സ്കോർ. ഫ്രണ്ട്സ്, ആദ്യമേ പറയട്ടെ, അറബിക്കിന് ഖുർആൻ പോലും എങ്ങനെയാണ് ഉദ്ധരിക്കുന്നത്? വളരെ ഈസി ആയിട്ടുള്ളൊരു ഭാഷയാണ് അറബിക് എന്ന് ഖുർആൻ പോലും പറയുന്നു. ഈ ഒരു അധ്യായത്തിൽ നമ്മൾ ഫി റിഹാബിൽ മദ്രസത്തി അഥവാ മദ്രസയുടെ മുറ്റത്ത് വെച്ച് എന്ന് പറയുന്ന ഒരു അധ്യായവും അതിൽ നിന്നുള്ള 2 ആക്ടിവിറ്റീസും അതിനോടനുബന്ധിച്ചുള്ള ഇതുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിനു മുമ്പ് ഈ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ friends, please subscribe to this channel for more videos, more activities, more learning from Arabic. അറബിക് ഭാഷ അനായാസം എഴുതാൻ സംസാരിക്കാനുള്ള ഒന്നും നമ്മൾ പറയുന്നില്ല. നമ്മുടെ +2 നമുക്ക് +1 +2 നമുക്ക് ഫുൾ മാർക്ക് നേടണം. അതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതിന് വേണ്ടിയിട്ട് എങ്ങനെ റൈറ്റിംഗ് സ്കില്ല് നമുക്ക് ഇൻക്രീസ് കൊണ്ടുവരാം. നിങ്ങൾ ഡൗൺവേർഡ്സ് 0% ആയിക്കോട്ടെ, 50% ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഈ വീഡിയോസ് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫുൾ സ്കോർ നേടാൻ കഴിയും. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഫി റിഹാബിൽ മദ്രസത്തി എന്ന ഈ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. തുല്ലാബി അല്ലാഹിബ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് തന്നെ ആരംഭിക്കുന്നത്. അന്തും ഫി മദ്രസത്തിൻ ജദീദ, നിങ്ങൾ ഇന്ന് പുതിയ മദ്രസകളിലാണ്. മാസ്തിക്കായും ജുദത്, പുതിയ സുഹൃത്തുക്കളോടൊപ്പം. തൂനമി മദാരിസി മുഖത്തലിഫ, നിങ്ങൾ വരുന്നതാകട്ടെ വ്യത്യസ്ത മദ്രസകളിൽ നിന്നാണ്. വലതൈക്കും അമാലുൻ അതീത, നിങ്ങളുടെ അരികിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. മുംകിനു തബാദുലഹ, നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഇസ്തിഖ്സാനി ഷഹ്സിയ, നമ്മളുടെ ഐഡൻറ്റിറ്റി മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് പരിചയപ്പെടുക എന്നൊരു ആക്ടിവിറ്റിയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആദ്യമായിട്ട് നമ്മോട് ചെയ്യാൻ പറയുന്നത്. നിതആറഫ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ചെയ്തു തരുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. നിതആറഫ്, നമുക്ക് പരിചയപ്പെടാം. തജാരിബുൽ ഹയാത്ത്, നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ട അനുഭവങ്ങൾ. തഖ്ദീമുൽ ഉംനിയാത്ത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ. അഫ്കാറുൻ ജദീദ, പുത്തൻ ചിന്തകൾ, പുതിയ ചിന്തകൾ. അറാഹുൻ ജദീദ, പുതിയ കാഴ്ചകൾ. തുമുഹാത്ത്, നിങ്ങളുടെ അംബീഷൻ, നിങ്ങളുടെ ജീവിത ലക്ഷ്യം. ഇതൊക്കെ നമുക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾ എന്തായാലും ഇപ്പോൾ ഒരു മാസമായില്ലേ സ്കൂൾ തുറന്നിട്ട്. സോ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാകും. എന്നാലും നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇതിലുള്ള വാക്കർത്ഥങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ അധ്യായത്തിലേക്ക് എടുക്കുകയാണ്. ഫി റിഹാബിൽ മദ്രസത്തി ബാബു വ മനോജ് സദീഖാനി, ബാബുവും മനോജും കൂട്ടുകാരാണ്. ഇൽതഹഖാബി സാനിവിയത്തി അൽ-ആലിയത്തി ഫി മദ്രസത്തിൽ ഖരിയ, അവരുടെ ഗ്രാമത്തിലെ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ അവർ ചേർന്നു. ഫി ബിദായത്തിൽ യൗമിൽ അവലി മിനസ്സനത്തി ദിറാസിയത്തിൽ ജദീദ, പുത്തൻ വർഷത്തെ പുത്തൻ അധ്യയന വർഷത്തിൽ നിന്നുള്ള ആദ്യത്തെ ദിവസം അവർ കണ്ടുമുട്ടുകയാണ്. ഫി റിഹാബിൽ മദ്രസത്തി, അവരുടെ മദ്രസയുടെ മുറ്റത്ത്. അങ്ങനെ അവർ തമ്മിൽ നടക്കുന്ന ആദ്യത്തെ ആക്ടിവിറ്റി അഥവാ സംഭാഷണം. നിങ്ങളുടെ ഫസ്റ്റ് ടേം എക്സാമിനും അതുപോലെ തന്നെ ലാസ്റ്റ് ടേം ഫൈനൽ ഇയർ എക്സാമിനും, നിങ്ങൾക്ക് ഫൈനൽ എക്സാമിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഹിവാർ അഥവാ സംഭാഷണം. നമ്മുടെ അധ്യായത്തിൽ ഇങ്ങനെയൊരു കാര്യം സൂചിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്താണ് ഇവർ സംസാരിച്ചത് എന്ന് നോക്കാം. ബാബു അഹ്ലൻ യാ മനോജ്, മനോജ് സ്വാഗതം. മനോജ് അഹ്ലൻ വസഹല യാ ബാബു, നിനക്കും സ്വാഗതം ബാബു. വാന്ത ഫി ഹദിഹിൽ മദ്രസ, നീ മദ്രസയിലാണോ? ബാബു നാം യാ സദീഖി, അതേ സുഹൃത്തെ.
അന സഈദുൻ ജിദ്ദ ബിലിഖായിക, നിന്നെ കണ്ടത് മുതൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. അങ്ങനെ അവർ തമ്മിലുള്ള സംഭാഷണം തുടരുകയാണ്. മനോജാണ് പറയുന്നത്, അനഫി ഷോബത്തുൽ ഉലൂം വ അന്ത, ഞാൻ സയൻസാണ് എടുത്തത്, നീ എന്താണ് എടുത്തത്? ബാബു യഖ്തറതു അൽ ഇൻസാനിയത്തി വമ മാക്ക, ഞാൻ ഹ്യൂമാനിറ്റീസാണ് എടുത്തത്, നിൻ്റെ കൂടെ ആരൊക്കെയുണ്ട്? മനോജ് ഹാദാ ഹുവ സദീഖി ജാബിർ ഹുവ ഫി ഉലൂമി തിജാര, നോക്കൂ ഇതെൻ്റെ സുഹൃത്ത് ജാബിർ, അവൻ കൊമേഴ്സാണ് എടുത്തത്. ബാബു അഹ്ലം ബിക യാ ജാബിർ ലിമ ഖദറതു ഉലൂമു തിജാര, ഹേ ജാബിർ സ്വാഗതം, എന്തുകൊണ്ടാണ് നീ കൊമേഴ്സ് എടുത്തത്? ജാബിർ ഇഖ്തർതുഹാ لأن هناك إمكانيات لوظيفة المحاسبة والإدارة في كثير من الشركات. ഞാൻ എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഈ സബ്ജക്റ്റ് എടുക്കാൻ കാരണം ഒരുപാട് ചാൻസുകളുണ്ട്, ഒരുപാട് കമ്പനികളിൽ ജോലിയുമുണ്ട്, പഠന സാധ്യതകളുമുള്ളത് കൊണ്ടാണ് ഞാൻ കൊമേഴ്സ് എടുക്കാൻ കാരണം. വഹാലി ഹർളനി അലാ ദാലിക. ബാബു മിൻ ഐന അത്മംതു സനവിയ, ഞാൻ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം എവിടെ നിന്നാണ് പൂർണ്ണമാക്കിയത്? ജാബിർ മിനൽ മദ്രസത്തി സാനവിയത്തിൽ ഹുക്കൂമിയത്തി ബി എറണാകുളം, എറണാകുളം ജില്ലയിലെ ഒരു ഗവൺമെൻറ് ഹൈസ്കൂളിൽ വെച്ചിട്ടാണ് ഞാനത് പൂർത്തിയാക്കിയത്. ബാബു അയിന തസ്കുനു, ജാബിർ നീ എവിടെയാണ് താമസിക്കുന്നത്? റഫീഖ് മറുപടി പറയുകയാണ്, ബിജ്വാ മഹത്തത്തുൽ ഖിതാരി ഫി ഷാരി മഹാത്മാഗാന്ധി റോഡിന് സമീപത്തുള്ള റെയിൽവേ സ്റ്റേഷനിന് സമീപമാണ് എൻ്റെ വീട്. ബാബു വഹൽ ഫി സഫിക അഹദും മിൻ അസ്ദിഖാഇന യാ മനോജ്, മനോജേ നമ്മുടെ കൂടെ പഠിച്ച നമ്മുടെ ക്ലാസ്സിലെ ആരെങ്കിലും നിൻ്റെ കൂടെ ഉണ്ടോ? മനോജ് നാം അല്ല ഫുആദ് വൽ ഉഖ്ത് മറിയം, അതെ എൻ്റെ കൂടെയുണ്ട്, നമ്മുടെ ഫുആദും മറിയമും എൻ്റെ കൂടെയുണ്ട്. ബാബു ലൈസ ഫി സഫി അഹദും മിൻഹും, എൻ്റെ കൂടെ അവരിൽ നിന്ന് ആരും തന്നെ ഇല്ല, നമ്മുടെ ഫ്രണ്ട്സ് ആരും തന്നെ ഇല്ല. മനോജ് മഅ്ദിറ അറൂഹുൽ മഖ്സഫ് വഹൽ തുസാഹിബുനി, സോറി ഞാൻ ഇപ്പോൾ ക്യാൻറ്റീനിലേക്ക് പോവുകയാണ്, നീ എൻ്റെ കൂടെ പോരുന്നു. ബാബു ആസിഫ് സോറി സ്വദീഖി യൻതളിറു ഫിൽ ഖാരിജ്, എൻ്റെ സുഹൃത്ത് പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. മനോജ് ഇലൽ ലിഖാ സീ യു അഗെയിൻ, നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബാബു മഅസ്സലാമ പീസ് ബി അപ്പോൺ യു. അങ്ങനെ ഈ ഒരു സംഭാഷണം അവിടെ കഴിയുകയാണ്. നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ ആക്ടിവിറ്റിയിലേക്ക് കിടക്കുകയാണ്. നതഅറഫ് വനജ്മഅൽ ബയാനാത്ത് ശഖ്സിയത്തി മിനൽ അസ്തിഖാൽ, നമുക്ക് പരിചയപ്പെടാം. വനജ്മഉ നമുക്ക് ഒരുമിച്ച് കൂട്ടാം. ബയാനാത്തു ശഖ്സിയ നമ്മുടെ പ്രൊഫൈലുകൾ, നമ്മുടെ ഓരോ ഫ്രണ്ട്സും എഴുതിയിരിക്കുന്ന അവരെക്കുറിച്ച് തന്നെ എഴുതിയിരിക്കുന്ന പ്രൊഫൈലുകൾ നമുക്ക് ഒരുമിച്ച് കൂട്ടാം. മിനൽ അസ്തിഖാൽ കൂട്ടുകാരിൽ നിന്ന്. അൽ ബയാനാത്തു ശഖ്സിയ നമ്മുടെ പ്രൊഫൈലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൽ ഒരു പ്രൊഫൈൽ എഴുതുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ടത് അത് നമുക്കിവിടെ പൂരിപ്പിച്ചു കൊടുക്കാം. ആദ്യം നമുക്കിതിൻ്റെ മീനിങ് ഒക്കെ നോക്കാം. ഇസ്മുൽ കാമിൽ നിങ്ങളുടെ പൂർണ്ണമായ നാമം ഇവിടെ എഴുതണം. താരിഖുൽ മീലാദ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്. അൽ ഉൻവാൻ നിങ്ങളുടെ അഡ്രസ്സ്. ഇസ്മുൽ വാലിദ് നിങ്ങളുടെ പിതാവിൻ്റെ പേര്. അൽ മെഹ്ന അവരുടെ ജോലി. ഇസ്മുൽ വാലിദ നിങ്ങളുടെ മാതാവിൻ്റെ പേര്. അൽ മെഹ്ന മാതാവിൻ്റെ ജോലി. റഖമുൽ ഹാത്തിഫ് നിങ്ങളുടെ ഫോൺ നമ്പർ. അൽ ഹിവായ നിങ്ങളുടെ ആഗ്രഹങ്ങൾ. അൽ ഉംനിയ നിങ്ങളുടെ ആംബീഷൻ. എത്രയും കാര്യങ്ങളാണ് നമ്മൾ ബയാനാത്തു ശഖ്സിയയിൽ നമുക്ക് എഴുതേണ്ടത്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കടക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ പേജിൻ്റെ അവസാനത്തിൽ നിങ്ങളുടെ കണ്ണ് കാണാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 മാർക്കിന് ചോദിക്കാവുന്ന നിങ്ങൾക്ക് ഒരുപാട് കുറിപ്പുകളിലും കാര്യങ്ങളിലും നിങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയുന്ന നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് വാക്കുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബഅ്ലുൽ വളായിഫ് ജോലികളിൽ വെച്ച് അല്ലെങ്കിൽ ഉദ്യോഗങ്ങളിൽ വെച്ച് ചിലത്. ത്വബീബ് ത്വബീബ് എന്ന് പറഞ്ഞാൽ ഡോക്ടറാണ്. മൊഹന്ദിസ് എൻജിനീയർ എന്നാണ് അർത്ഥം. മുഹാദിർ ലെക്ചറർ ഓർ പ്രൊഫസർ എന്നീ അർത്ഥമാണുള്ളത്. ആലിം എന്ന് പറഞ്ഞാൽ പണ്ഡിതനാണ്. മുഹാസിബ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻ്റ് ആണ്. മുഹാമി എന്ന് പറഞ്ഞാൽ വക്കീൽ ലോയർ എന്നാണ് അർത്ഥം. മുദീർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാനേജർ എന്നാണ് അർത്ഥം. ലാബിദ് എന്ന് പറഞ്ഞാൽ ഓഫീസർ എന്നാണ് അർത്ഥം. ഷുർത്തി നമുക്കെല്ലാവർക്കും അറിയാം പോലീസാണ്. സുഹാഫി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുതുതായിട്ട് കേൾക്കുന്നതായിരിക്കാം, അത് ജേർണലിസ്റ്റാണ്. പിന്നെയുള്ളത് മുമർറിൽ എന്ന് പറഞ്ഞാൽ
മരീൽ എന്ന് പറയുന്ന രോഗമാണെന്ന് നമുക്കറിയാം. സോ നേഴ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ എനിക്കറിയാത്തൊരു വാക്കുണ്ട് മുസവ്വിർ. അതിൻ്റെ അർത്ഥം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കുട്ടികൾക്കു കൂടി സഹായകമാകും വിധം നിങ്ങളത് കമൻറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെയുള്ളത് താജിർ. താജിർ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരൻ. മുസാരിഹ് കർഷകൻ. ആമിൽ കൂലിപ്പണിക്കാരനാണ് ആമിൽ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സവാക്ക് എന്ന് പറഞ്ഞാൽ പ്ലംബർ. ഇത്രയും ജോലികൾ നമുക്ക് വളരെ ഉപകാരപ്പെട്ടേക്കാം. നമ്മുടെ പ്രൊഫൈൽ എഴുതുമ്പോഴോ അല്ലെങ്കിൽ എക്സാമിനോ നമ്മെ സഹായിക്കുന്ന ഒരു പല വാക്കുകളാണിത്. ഇത് നിങ്ങൾക്ക് എന്തായാലും അറിവുണ്ടായിരിക്കണം. മാത്രമല്ല അതിൻ്റെ മലയാളം അർത്ഥം ചോദിച്ചിട്ട് വൺ വേർഡിന് ചോദിക്കാറുണ്ട്. പൂരിപ്പിക്കാനുള്ള സ്ഥലങ്ങളിൽ നമുക്കിത് കാണാൻ കഴിയും. മാത്രമല്ല നമ്മുടെ പതിവായിട്ടുള്ള അറബിയിൽ നമുക്ക് വളരെ ഏറെ ഉപകാരം ചെയ്യുന്ന വാക്കുകളാണ് ഇത്. നമ്മൾ രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. നുഹരിഫ് സദീഖന അൽ അഫാഫിയാബ് ബയാനാത്തി ഷഖ്സിയ. നമ്മളിപ്പോൾ ചെയ്തത് തന്നെ നമ്മുടെ ഫ്രണ്ടിനെ കുറിച്ച് നമ്മൾ എഴുതണം. നമ്മുടെ രീതി ഇനി നമ്മുടെ ഫ്രണ്ടിനെ കുറിച്ചുള്ളത് നമ്മൾ എഴുതണം. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. നഷാത്തു സാലിസ്. തേർഡ് ആക്ടിവിറ്റി നുലാഹിലു ത്വലബ ബിതാഖത്തിൽ ഖസ്മ് അലാത്തിയ വനു അബ്ബിനുഹ ബിൽ ബയാനാത്ത്. ഓക്കെ, ഇവിടെ ഡിസ്കൗണ്ട് കാർഡിൻ്റെ ഒരു കൂപ്പൺ ഇവിടെ നൽകിയിട്ടുണ്ട്. അത് നമ്മൾ പൂരിപ്പിച്ചിട്ട് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കണം. അത്തരത്തിലുള്ളൊരു കാർഡാണുള്ളത്. ഇതെങ്ങനെ പൂരിപ്പിക്കാം എന്നാണ് നമുക്ക് നോക്കാം. തൊലബ് ബിതാഖത്തിൽ ഖസ്മ്, നമുക്ക് കിഴിവ് അഥവാ ഡിസ്കൗണ്ട് നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാർഡ്. ഇസ്മുൽ കാമിൽ, പൂർണ്ണനാമം. അൽ ഉൻവാൻ, നമ്മുടെ അഡ്രസ്സ്. റഖമുൽ ആധാർ, നമ്മുടെ ആധാർ നമ്പർ. താരീഖുൽ മീലാദ്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതണം. റഖമുൽ ജവ്വാൽ, നമ്മുടെ മൊബൈൽ നമ്പർ എഴുതണം. അൽ ബരീദുൽ ഇഖ്ദ്റൂനിയ എന്ന് പറഞ്ഞാൽ ഇമെയിലാണ്. തൗഖി എന്ന് പറഞ്ഞാൽ നമ്മുടെ സിഗ്നേച്ചർ അഥവാ ഒപ്പ്. എന്നീ കാര്യങ്ങളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തേണ്ടത്. അതോടൊപ്പം ഈ പേജിലുള്ള മറ്റൊരു ആക്ടിവിറ്റിയുടെ അർത്ഥം കൂടി നമുക്ക് നോക്കാം. നിഷാത്ത് റാബെ തെദാബുല മഹ്ദനിൽ മദ്രസ, നമ്മുടെ സ്കൂൾ സ്റ്റോറിലേക്ക് നമ്മൾ പോവുകയാണ്. ഹുനാക്ക, ഇവിടെ വെച്ച് യജിരി ഹിവാർ ബൈനുക്ക വബൈൻ അമീനുൽ മുഹദൻ, ആ സ്റ്റോർ കീപ്പറുമായിട്ട് നിങ്ങൾ നടത്തുന്ന ഒരു സംഭാഷണം നിങ്ങൾ എഴുതണം. നുഹിദു അൽ ഇവാർ, ആ ഇവാർ നിങ്ങൾ ഉണ്ടാക്കുക. ഞാനൊന്ന് പറഞ്ഞു തരാം അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്താമെന്ന്. നിങ്ങളൊരു സാധനം വാങ്ങാനാണ് പോകുന്നത്. ഉദാഹരണത്തിന് നിങ്ങളൊരു നോട്ട്ബുക്ക് വാങ്ങാനാണ് പോകുന്നത്. എനിക്ക് നോട്ട്ബുക്ക് വേണം, ഹലോ എന്ന് ചോദിക്കാം നിങ്ങൾക്ക്. അസ്സലാമു അലൈക്കും അല്ലെങ്കിൽ സബാൽ ഖൈർ എന്ന് വന്ന് നിങ്ങൾക്ക് തുടങ്ങാം. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാം ഇവിടെ നോട്ട്ബുക്ക് ഉണ്ടോ. അപ്പോൾ അയാൾ നോട്ട്ബുക്ക് ഉണ്ട് എന്ന് പറയും. നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ എത്ര പൈസയുടെയൊക്കെയാണുള്ളത് എന്ന് ചോദിക്കാം. അയാൾ അതിന് ഉത്തരം നൽകുന്നു. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ കോൺവെർസേഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാം. ആ ഒരു കോൺവെർസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിക്കാം. ഒരു കോൺവെർസേഷൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് നിർബന്ധമായിട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിൽ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഹിവാർ ഞാൻ എഴുതിയിട്ടുള്ള ഒരു ഹിവാറുണ്ട്, അത് ഞാൻ പ്രസൻറ്റ് ചെയ്യും. പിന്നെ നമുക്ക് മറ്റുള്ള ആക്ടിവിറ്റീസും കൂടി നോക്കാം. അതിൽ വേണ്ടത് നമുക്ക് പറഞ്ഞു പോകാം. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ഔഹനുൽ ബുയൂത്ത് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലേക്ക് പോകുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, സ്റ്റേ ട്യൂൺഡ്. നമ്മുടെ അറബിക്കിൻ്റെ വീഡിയോസ് മിക്കവാറും വീക്ക് ബേസ് ആയിരിക്കും വരിക. ശനി ഞായർ ദിവസങ്ങളിലായിരിക്കും വരിക. സോ അന്നത്തെ ദിവസങ്ങളിൽ നിങ്ങൾ അറബിക്കിൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക ഫ്രണ്ട്സ്. മാത്രമല്ല നമ്മുടെ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ സബ്ജക്റ്റും, നിങ്ങൾ സയൻസാണ് ഞാൻ എടുത്തത്. സോ സയൻസിൻ്റെ വീഡിയോസ്, പിന്നെ ഇംഗ്ലീഷ്, അറബിക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചോദിക്കാം. ഞാനത് വീഡിയോ രൂപത്തിൽ ചെയ്യും. ഞാനിപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഫ്രണ്ട്സ്, എനിക്ക് അറബിയോട് കുറച്ചുകൂടി താല്പര്യമുള്ളത് കൊണ്ടാണ് നിങ്ങളൊരു കമൻറ്റ്സ് വന്നപ്പോൾ ഞാൻ അറബിക്ക് വിഷയം ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാ ദിവസവും എൻ്റെ വീഡിയോസ് കാണണം. താങ്ക് യു.